പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇപ്പോൾ യേശുവിന് ശരീരത്തിൽ വിശപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് സാത്താൻ പ്രലോഭനം കൊണ്ടുവന്നത്. കല്ലുകളോട് അപ്പമാക്കുവാൻ പറയാനാണ് സാത്താൻ യേശുവിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ സാത്താൻ്റെ ഈ പ്രലോഭനത്തെ ദൈവവചനം കൊണ്ട് അതിജീവിക്കണം എന്ന് നമ്മെയും പഠിപ്പിക്കുകയാണ്. യേശു നമ്മോട് പറയുന്നത്, നമുക്ക് ജീവിക്കാനായിട്ട് അപ്പം മാത്രം പോരാ. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം ഒരു ആത്മീയ സമരമാണ്. ഈ സമരത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. എഫേസസ് 6:17 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, സത്യവും നീതിയും വിശ്വാസവും നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ആത്മാവിൻ്റെ വാളായ ദൈവവചനം നാം ധരിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരവധി പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രലോഭനങ്ങൾ സാത്താൻ കൊണ്ടുവരുന്നതാണ്. കണ്ണുകളിലൂടെയും നാവിലൂടെയും സാത്താൻ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കും. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ആസക്തികൾ, നാവിൻ്റെ ദുരുപയോഗം, അതുപോലെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ ഹൃദയത്തിൽ വാശി, വൈരാഗ്യം, വിദ്വേഷം, പ്രതികാര ചിന്തകൾ എല്ലാം വിതച്ച് തരുന്നത് സാത്താനാണ്. അത് ഓരോരുത്തരിലും അവനവൻ്റെ ഓരോരുത്തരുടെയും ബലഹീനത മനസ്സിലാക്കി സാത്താൻ ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് സ്വാർത്ഥതയാകാം, ചിലർക്ക് അഹങ്കാരമാകാം. ഇങ്ങനെയുള്ള ചിന്തകളും പ്രവർത്തന രീതികളും നമ്മിൽ വെച്ച് നമ്മെ നശിപ്പിക്കുന്നത് സാത്താനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. സാത്താൻ നമ്മുടെ ആത്മാക്കളെ നശിപ്പിക്കാനാണ് വരുന്നത്. നാം അവയെ അതിജീവിക്കണമെങ്കിൽ, സാത്താൻ്റെ കെണിയിൽ പെടാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളാണ് വേണ്ടത്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളുണ്ടെങ്കിൽ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.